അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കട്ടപ്പനയിലെ ഊട്ടി കാണാനാണ്. അപ്പോൾ ഊട്ടി കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ പോരാ, അങ്ങോട്ട് എൻ്റെ കൂടെ പോരാ. അതിമനോഹരമായ സ്ഥലമാണ് ഈ കട്ടപ്പനയിലെ ഊട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി നമ്മൾ ഊട്ടി, മൂന്നാർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയല്ലേ. അങ്ങനെ സ്ഥലത്ത് പോകുന്നതിലും നല്ലത് നമ്മുടെ അടുത്തുള്ള സ്ഥലം ഇതിനേക്കാളും മനോഹരമായിട്ടുള്ളെങ്കിൽ അത് കണ്ടിട്ട് വേണ്ട അടുത്ത സ്ഥലം കാണാനായിട്ട്. ഇത് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു, കിണറ്റിലെ വെള്ളമൊക്കെ പറ്റിയ ഒരു വീഡിയോ. ആ കിണറാകട്ടെ ഇപ്പോൾ കാണിക്ക് പോയാൽ വഴിക്ക് കണ്ടതുകൊണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചാൽ, നിങ്ങളെ വെള്ളം പറ്റിയത് കാണിച്ചില്ലേ. ഇതാണ് നമ്മുടെ കട്ടപ്പനയിൽ ഊട്ടി. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാവരും പോരും കേട്ടോ നമ്മുടെ കട്ടപ്പന ഊട്ടിയിലേക്ക്. എൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഫീൽഡിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ വാർഡിൽ തന്നെയാണ് ഈ കട്ടപ്പനയിലെ ഊട്ടിയും. അത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ച്. അതിമനോഹരമായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. ഇപ്പോൾ ഈ ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഈ മഴ കഴിഞ്ഞു, മഴയല്ല വെയിലും അല്ലാത്ത ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇത്ര മനോഹരമാണെന്ന് ഞങ്ങൾ ഓർത്തില്ല കേട്ടോ. അതുപോലെ മനോഹരമാണ്. കണ്ടോ, ഈ ഭാഗമൊക്കെ മഴ നനഞ്ഞ് ഞങ്ങൾ മാറുതേ ഉള്ളൂ. ഈ സമയത്ത് വേണം ഇവിടെ എത്താനായിട്ട്. നല്ല മഴയത്തും പോകരുതെന്ന്, ഓവർ വെയിലിനായാലും ചെന്നാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. വേറൊന്നുമല്ല, നല്ല കാറ്റും തണുപ്പും ഒക്കെ അവിടെ ഉണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. ഞങ്ങൾ കയറി പോകുന്ന വഴിയാണ് ഈ വഴി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന് അവിടെ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. പക്ഷെ നല്ല വഴിയുണ്ട്, വണ്ടിയും കൊണ്ട് സ്പോട്ടിൽ അവിടെ തന്നെ ചെല്ലാനുള്ള വഴി നമുക്ക് വേറെയുണ്ട്. പക്ഷേ ഈ വഴി ഞങ്ങളിപ്പോൾ ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടിയും കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഓരോ വീടും കയറി പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഈ വഴി കൂടെ നടന്ന് കയറി പോകേണ്ട. മഞ്ഞൊക്കെ വീണ് നിറച്ച് മഞ്ഞ്, നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ ഓവർ തണുപ്പുമല്ല. ഈ ചൂട് കഴിഞ്ഞുള്ള ചെറിയ മഴയും അത് കഴിഞ്ഞുള്ള ഈ മഞ്ഞും കണ്ട, ആ മഞ്ഞ് പെട്ടെന്ന് മാറിപ്പോയി. കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ കാലാവസ്ഥ ചേഞ്ച് ആവും. ഈ പരിസരത്തെങ്ങും വേറൊരു വീടേ ഇല്ല കേട്ടോ. ഈ ഒരു വീട് മാത്രമേ ഈ പരിസരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ പോകാറില്ല, എനിക്ക് പേടിയാണ്. ആരിലും ഒരാൾ കൂട്ടുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. കാര്യം നിറച്ച് അപ്പുറം ഇപ്പുറം ചുറ്റിനും കാടാണ്. ഇപ്പം വരാത്ത സ്ഥലത്ത് പോലും വന്യമൃഗങ്ങൾ കയറി വരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പേടിയായതുകൊണ്ട് മാത്രമാണ്, വേറൊന്നുമല്ല. ഈ ഒരു പേടി വല്ല പുലിയോ വല്ല ആനയോ അങ്ങനെയൊക്കെ വരുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അഞ്ചുരുളിയാണ് തൊട്ടപ്പുറത്ത്. ഈ കാണുന്നതാണ് ഒറ്റപ്പെട്ട വീട്. ഞങ്ങൾ ചെന്നപ്പോൾ ആ ചേച്ചിയും ചേട്ടനും കൂടെ അവിടെ നിന്ന് ചക്ക വെട്ടുമായിരുന്നു. കണ്ടോ, ചക്ക വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ 2-3 ചോള ചക്കയൊക്കെ തിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. ആ ചേച്ചിയും ചേട്ടനും പറഞ്ഞു വേണം എടുത്തിട്ട് പോകാനായിട്ട്, പക്ഷേ ഞങ്ങൾ എടുത്തില്ല. അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ആ ചേട്ടൻ പറഞ്ഞു ചെറിയൊരു വഴി അതുവഴി വെട്ടിയിട്ടുണ്ട്, അതേ കൂടെ പോകാൻ പറ്റുമെങ്കിൽ പാറപ്പുറത്തൂടെ പോകണ്ട. ഇപ്പം മഴ പെയ്ത് പായലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുമല്ലേ, അതുകൊണ്ട് അതുകൂടെ കയറുന്നത്. പക്ഷെ പാറപ്പുറം മാത്രമേ ഉള്ളൂ അവിടെ, വേറെ പാറപ്പുറം അല്ലാത്ത ഒരു വഴി അവിടെ ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഞങ്ങൾ പാറയുടെ സൈഡ് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു വഴി കണ്ടു. ആ വഴിയെ കൂടിയാണ് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ആ കാണുന്നതൊക്കെ കട്ടപ്പനയുടെ ഭാഗങ്ങളാണ്. ഇവിടെയുള്ള മനുഷ്യരൊക്കെ വന്ന് കാണുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. പിന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ, ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവർ വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ രാവിലെ ആണുങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആണുങ്ങൾ വന്നത് കണ്ടോ, കട്ടപ്പനയുടെ ഭാഗമാണ്. ഞങ്ങൾ അവിടെ വന്ന് പിടിച്ചതാണ്. കട്ടപ്പനയുടെ ഭാഗമാണ് കാണുന്നത്. ഒരു 3 കിലോമീറ്റർ അപ്പുറം കാണുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് തോന്നും തൊട്ടടുത്താന്ന് തോന്നുന്നു. നമ്മൾ കറങ്ങിപ്പോയി ചെന്ന് വരുമ്പോഴത്തേക്ക് ഒരു 3 കിലോമീറ്റർ പിടിക്കും അവിടെ ചെല്ലാനായിട്ട്. അതിമനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് അവിടെ ചെന്ന് വേണം അനുഭവിക്കാനായിട്ട്. നമ്മളിങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവിടെ ചെന്നാലേ അതിൻ്റെ ആ മനോഹാരിത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ചെറിയൊരു വഴിയാണ്, ആ വഴി ഞാൻ കാണിച്ചു തരാം. ആ സ്ഥലം നോക്കിയോണ്ടോ, ആ പാറയുടെ സൈഡ് വഴി കിടക്കുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞ കേട്ടോ. ചെറിയൊരു വഴി കണ്ടോ, ആ വഴിയാണ് പറഞ്ഞത്. അവിടെ ആ ചെന്നാൽ കാണാം ചെറിയൊരു വഴിയുണ്ട്, അതുവഴി അങ്ങോട്ട് പോയാൽ അപ്പുറം ഇറങ്ങാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വീട്ടുകാർ മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പായലൊക്കെ പിടിച്ച് മഴ ആയതുകൊണ്ട് തന്നെ ഇന്നും മഴ പെയ്തിട്ടിരിക്കുവാണ്. മഴ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ, തോർന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ അതുവഴി വന്നത്. എല്ലാവരും കണ്ടു കാണും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുടയൊക്കെ പിടിച്ച് മഴയത്ത് ഇറങ്ങിയത് കണ്ടോ. ഇതാണ് ചേട്ടൻ പറഞ്ഞത് ചെറിയ വഴി എന്ന് പറഞ്ഞത്. തെന്നി അടിച്ച് വീഴുമെന്ന് പേടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. ഇടക്കിടക്ക് എൻ്റെ കൂടെയുള്ള ആൾ എന്നെ പിടിക്കും, തിരിച്ച് അങ്ങോട്ട് പിടിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താൽ പോകുന്നത്. കണ്ടോ, ഇതാണ് വഴി എന്നാ ചേട്ടൻ പറഞ്ഞത്.
മണ്ണെന്ന് പറയുന്ന സാധനമില്ല, ഇതിൽ മൊത്തം പാറയാണ് കേട്ടോ. പാറയുടെ പുറത്താണ് ആ പുല്ല് പിടിച്ച്, ഈ മഴയായതുകൊണ്ട് പുല്ല് പിടിച്ച് കണ്ടോ മുഴുവൻ പാറയാണ്. പാറ മാത്രമേ ഉള്ളൂ. പിന്നെ വല്ല പാമ്പുണ്ടാവുക പുലി ഉണ്ടാവുക ഇങ്ങനെയൊക്കെ പേടി. ഒരു വീട് പോലും ഈ പരിസരത്ത് എങ്ങും ഒരു വീടില്ല. അതുകൊണ്ട് മാത്രമേ ഞാൻ തനിച്ച് ഈ ഭാഗത്തൂടെ വരാത്തത്. ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ചെടിയുണ്ട്. ഇതല്ല കേട്ടോ, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചെറിയ ചട്ടിക്കകത്ത് വെക്കുന്ന സൈസ് ചെടി ഇവിടെ ഉണ്ട് കണ്ടോ. ഇത് കണ്ടോ, ചട്ടിക്കകത്ത് വെക്കുന്ന നല്ല വില കൊടുത്താണ് നമ്മൾ ചെടിയൊക്കെ വാങ്ങിക്കുന്നത് കണ്ടോ. ആ ചെടിയൊക്കെ ഉണ്ട്. വേണ്ടവരിങ്ങ് പോന്നാൽ മതി, തരാം കേട്ടോ. എൻ്റെ വാർഡ് സമ്പൽ സമൃദ്ധിയുള്ള വാർഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെടി വേണ്ടവർക്ക് ഇങ്ങോട്ട് പോര്, ചെടിയൊക്കെ തരാം. അല്ല സ്ഥലം പറഞ്ഞുതരാം, നിങ്ങൾ പറിച്ചെടുത്താൽ മതി കേട്ടോ. ഈ മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്ന് പറഞ്ഞു തൊട്ട് ആൾക്കാർ പൈസയൊക്കെ കൊടുത്ത് ഒരുപാട് ദൂരെ പോയി സ്ഥലങ്ങൾ കാണും. പക്ഷേ നമ്മുടെ മുറ്റത്തുള്ള സ്ഥലം കണ്ടു നോക്കിയേ, ചിലപ്പോൾ അതായിരിക്കും ആ ദൂരെ പോയി കാണുന്നതിനേക്കാളും മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ട്. ഇത് കണ്ട പാറപ്പുറത്തൂടെ ഞങ്ങൾ പേടിച്ച് എനിക്ക് കൈ തരുക. അപ്പം ഞാനും അവിടെ കൂടെ തന്നെ അപ്പുറത്തേക്ക് കടന്നു. ഇത് വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഈ വീട് ഞാൻ ശരിക്കും എടുക്കാൻ കാരണം അവരെ മുറ്റമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വെള്ളം ഇങ്ങനെ വന്ന് അടിഞ്ഞ് തൊട്ട് മേളിലെ പാറ, അപ്പോൾ വെള്ളം അടിഞ്ഞിങ്ങനെ കിടന്നിട്ട് അവരുടെ മുറ്റം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ പട്ടി മുറ്റത്തുണ്ടായിരുന്നു. പട്ടി കുറച്ചായിട്ട് ഇറങ്ങി വന്നാണ്. ഇത് കണ്ടോ, അവർ തൊട്ട് താഴെയായിട്ട് തോടും. അയ്യോ, അവരുടെ ആ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഇതാണ് ആ വീട്. പാറപ്പുറത്തിരിക്കുന്ന വീടെന്ന് വേണേൽ പറയാം. ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് വിഷമം വരും ശരിക്കും. ഇത് നല്ല മഴയൊക്കെ വരുമ്പോൾ അവർ വേണേൽ പേടിച്ചായിരിക്കും ആ വീട്ടിലിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഇവിടെ ഈ വഴി റോഡ് വരുവാണെന്നാണ് പറഞ്ഞത്. തൊട്ടപ്പുറം ഒരു റോഡ് വന്നിട്ടുണ്ട്. ഈ റോഡ് വന്നാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ ഒരു റോഡ് കൂടെ വന്ന് മുട്ടും. ഇപ്പം തന്നെ 1, 2, 3 റോഡ് മുട്ടിയിട്ടുണ്ട്. ഇനി ഇതിലൂടെ വന്നാൽ 4ാമത്തെ റോഡാവും. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് എളുപ്പം വണ്ടിയും കൊണ്ട് വരണമെങ്കിൽ ഈ വഴി ചാടി എനിക്ക് വേണേൽ ഫീൽഡിൽ പോകാനായിട്ട് പെട്ടെന്ന് വണ്ടിയും കൊണ്ടുവരാം, സ്കൂട്ടിയും കൊണ്ടുവരാം. ഇപ്പം ഞാൻ അപ്പുറേക്ക് ഇറങ്ങിയാണ് പോകുന്നത്. പക്ഷേ ആ പോകുന്ന വഴിക്ക് കുറച്ച് വീട് കയറി ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോയാൽ നമുക്ക് ഓവറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് ഏത് വഴി കൂടെ വേണേൽ നടന്ന് കയറി പോകാം. അപ്പം ഇത് ഈ വഴി ചെന്ന് മുട്ടുന്ന സ്ഥലമാണ് നമ്മൾ പറഞ്ഞ കട്ടപ്പനയിലെ ഊട്ടി. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ, ഊട്ടി കാണാനായിട്ട്. അത്രയ്ക്ക് മനോഹരമാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഈ മഴയും കൂടി ആയതുകൊണ്ട് അതിമനോഹരമായിരിക്കും. അപ്പം ഞങ്ങൾ ഇത്രയും നേരാമ്പത്തിൽ കൂടെയൊക്കെ നടന്നു വന്നുകൊണ്ട് ഇവിടെ ഇറങ്ങി കാലൊക്കെ കഴുകി തെന്നാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. തെന്നി വീണത് തന്നെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഈ റോഡിൽ വന്നാൽ നമുക്ക് ശരിക്കും പ്രോപ്പർ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടിയും കൊണ്ട് എത്താം. മൂടി അടിഞ്ഞ് നല്ല തണുപ്പാണ്. പക്ഷെ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ചൂട് കഴിഞ്ഞിട്ടുള്ള തണുപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഇത് തണുപ്പായിട്ട് തോന്നിയില്ല. നല്ല സൂപ്പർ കാലാവസ്ഥ. ഞങ്ങൾക്ക് തണുപ്പും ഇല്ലായിരുന്നു, ചൂടും ഇല്ലായിരുന്നു. നല്ലൊരു നമുക്ക് ഫീൽഡിൽ പോകാൻ പറ്റിയ ഒരു കാലാവസ്ഥ. ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയത് നന്നായി പോയെന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വിചാരിച്ചത്. കണ്ടോ, വേറൊരു ചെടി, കപ്പച്ചെടി അങ്ങനെ എന്തോ ഒരു പേരാണ്. ഇത് നമ്മൾ പൈസ കൊടുത്ത് നഴ്സറിയിലൊക്കെ ചെല്ലുമ്പോൾ ഇരിക്കുന്ന കാണാം കേട്ടോ. അപ്പം ചെടി വേണ്ടവരൊക്കെ എന്നെ വിളിക്കുകയോ ഇതിൽ കമൻറ്റ് വിടുകയോ ഒക്കെ ചെയ്താൽ മതി. ഏത് ചെടി വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഈ കാണിച്ചതിൽ ആ ചെടി തന്നിരിക്കും. അപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കട്ടപ്പനയിലെ ഊട്ടിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് എത്ര മനസ്സ് മൂടിക്കെട്ടിപ്പോയെന്ന് പറഞ്ഞാലും അവിടെ കയറുമ്പോൾ നമുക്ക് അവിടെ ഡാൻസ് കളിക്കണമെന്നോ പാട്ട് പാടണമെന്നോ അവിടെ കിടന്ന് തുള്ളണമെന്നൊക്കെ തോന്നും. അതുപോലത്തെ ഒരു അവസ്ഥ ഈ സമയത്തൊക്കെ നമ്മളിങ്ങനെ അവിടെ ചെന്നാൽ അതിമനോഹരമാണ്. അതിമനോഹരമാണെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊടിമരമൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്തൊരു ഊട്ടുപെരയുണ്ട്. അന്നദാനം നടക്കുന്ന ഒരു പെരയാണ്. അവിടെ നിന്നാണ് നമ്മൾ ആദ്യതിങ്കൾ ശിവഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. ആദ്യതിങ്കളിന് ഭക്ഷണം കഴിക്കാറുണ്ട് അവിടെ പോയിട്ട്. കണ്ടോ, നമ്മൾ എത്തിക്കഴിഞ്ഞു കട്ടപ്പനയിലെ ഊട്ടിയിൽ. നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ ഭാഗത്ത് എവിടെ പോയാലും കട്ടപ്പനയിലെ ഊട്ടി തന്നെയാണ്. നോക്കിക്കേ, നമ്മൾ ചെന്നപ്പോൾ ഇങ്ങനെ മൂടി അടിഞ്ഞ് കിടക്കുവാണ്, കാണത്തേയില്ല. കണ്ടോ, ഒന്നുകൂടെ മൂടി. പക്ഷെ ഇപ്പം കണ്ടോണേ, ഒരു 2-3 സെക്കൻഡ് കണ്ടോണേ. അത് അഞ്ചുരുളിയുടെ വെള്ളത്തിൻ്റെ ഭാഗമാണത് കാണുന്നത്. ഇതൊന്നുമല്ല, നല്ല മനോഹരമാണ് കാണാനായിട്ട്. ഞാനീ പറയുന്ന രീതിയൊന്നുമല്ല. ഇപ്പം മൂടി അടിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം തന്നെ തെളിവേ കണ്ടോ, മഞ്ഞ് കാറ്റുകൊണ്ട് പറന്ന് പോകുന്നത് പോലെ പെട്ടെന്ന് തന്നെ മഞ്ഞ് അങ്ങോട്ട് പറന്ന് മാറിപ്പോയി.
പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു. അതുപോലെ പിന്നെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ പോകുന്നപ്പോഴായാലും ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് ഓവറായിട്ട് കണ്ടോ തെളിഞ്ഞത് കണ്ടോ, പെട്ടെന്നാണ് തെളിഞ്ഞില്ല. വെയിലും വരുന്നുണ്ട്. കുറച്ച് ഭാഗം അപ്പുറേ മാറിയിട്ട് വെയിലായി കണ്ടോ. മൂടി അടിഞ്ഞു കിടന്ന സ്ഥലമല്ലേ. നമ്മൾ നോക്കി നിൽക്കെ തന്നെ വെയിലും വരും, അതുപോലെ തന്നെ മഞ്ഞും വന്ന് മൂടുകയും ചെയ്യും. കണ്ടോ, അത് മൊത്തം തെളിഞ്ഞു. അവിടെ നിന്ന് വെയിൽ ഇങ്ങോട്ട് വരുന്നുണ്ടേ. നമുക്ക് കാണാം ഇങ്ങനെ വെയിലടിച്ച് ഇങ്ങോട്ട് വരുന്നത്. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. വെയിലാകുമ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകൾ വരും. മഴക്കാലത്ത് അത്ര ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് അധികം വരാറില്ല. കാര്യം തണുപ്പ് ഓവറായിട്ട് പിടിക്കാത്തവരൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഇപ്പോൾ വെയിലായി. തണുപ്പ് പിടിക്കാത്തവരൊക്കെ അധികം വരാറില്ല. പക്ഷേ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞങ്ങളപ്പോൾ തിരിച്ചു പോരാൻ വന്നപ്പോൾ വണ്ടിയൊക്കെ ഇത് അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല വെയിൽ തിരിച്ചു പോറായപ്പോൾ നല്ല വെയിലൊക്കെ എറിക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി. കണ്ടോ, അതൊരു പാറ ഇങ്ങനെ നിരപ്പായി കിടക്കുന്ന പാറയാണ്. അവിടെ ഒന്ന് എത്ര നേരം വേണേലും നമുക്ക് ഇരിക്കാം കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ അന്നദാനപ്പുര എന്ന് പറഞ്ഞത്. ഇവിടെയാണ് ആദ്യ തിങ്കളാഴ്ച, ആദ്യ തിങ്കളാഴ്ച അന്നദാനം ആര് ചെന്നാലും കഴിക്കാൻ കേട്ടോ. അതുപോലെ എല്ലാവർക്കും അന്നദാനം കിട്ടും. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന വഴി റോഡിന് നമ്മൾ വണ്ടിയും കൊണ്ട് വരാനുള്ള വഴിയും കൂടി ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇനി അങ്ങോട്ട് അതുവഴിയാണ് പോകുന്നത്. കാര്യം ഇനി ഇപ്പോൾ പാറ പൊട്ടിച്ചോണ്ടിരിക്കുക നമ്മുടെ വന്ന വഴി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പാറ പൊട്ടി വരുന്നത് കണ്ട് പേടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ മാറി നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇനി അതുവഴി പോകുന്നില്ല. മാത്രമല്ല നമുക്ക് അതുവഴിയല്ല പോകേണ്ടത്. ആ വഴി എല്ലാ വീടും കയറിയാണ് വന്നത്. ഇനിയിപ്പോൾ പോകേണ്ടത് അടുത്ത വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ആ വഴിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടെ തന്നെ പോവുകയാണ്. വരാൻ പറ്റിയവരൊക്കെ വന്ന് കാണും കേട്ടോ. എൻ്റെ വീട് ഈ അടുത്തുള്ളവർ ചിലപ്പോൾ കാണുമായിരിക്കും. അവരോടാണെങ്കിലും ഞാൻ പറയുവാണ്, ഇവിടെ വന്ന് ഈ ഇതുപോലുള്ള സമയത്തൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കും. മനസ്സിന് വിഷമമായിട്ട് വരുന്നവരൊക്കെ ആയാലും മനസ്സ് സന്തോഷമായിട്ട് കുളിർന്ന് മനസ്സ് നല്ല രസമായിട്ട് നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്നാൽ മതി. ആ കാറ്റൊക്കെ കൊണ്ട് ആ കാലാവസ്ഥയും കണ്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നാൽ മതി. എന്ത് രസമാണെന്നറിയാവോ കാണാൻ. അത് ഞാൻ പറഞ്ഞറിയിക്കുമല്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ അവിടുന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വീട്ടിലേക്ക് പോവുകയാണിത്. തൊട്ട് താഴെ ചേർന്ന് ഒറ്റൊരു വീടേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് റോഡിന് അങ്ങോട്ട് മാറിയിട്ടാണ് വീടൊക്കെ. എപ്പോൾ വന്നാലും അമ്മച്ചിനെയും ചാച്ചനെയും കാണാതെ പോകാറില്ല കേട്ടോ. പട്ടി കുരക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. വന്ന് കടിക്കുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് പോവുക. ഇവിടെ ഒരു ചാച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. നല്ല സ്നേഹമുള്ളൊരു അച്ഛനും അമ്മയാ കേട്ടോ. ഇല്ല അവരെ ഇപ്പൊ രാവിലെ പറമ്പിലിറങ്ങി ഏലത്തിന് പണിത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ നിൽക്കുന്നതൊക്കെ ഏലമാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം ഏലമാണ് നിൽക്കുന്നത്. നല്ല ചൂടായില്ലേ. അവരെയൊക്കെ കണ്ടു. ഞങ്ങൾ തിരിച്ചു പോരുവാണ്. പെട്ടെന്ന് കാലാവസ്ഥ മാറും. എത്ര കാണിച്ചാലും മതി വരികയില്ല. അതുകൊണ്ടാണ് വീണ്ടും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ തൊട്ട് താഴെ ഒരു കൈത്തോടുണ്ട് കേട്ടോ. ഇപ്പറേന്ന് അപ്പുറയിലേക്ക് വെള്ളം ചാടുന്ന ഒരു കൈത്തോടാണ്. മഴക്കാലം മാറുമ്പോഴത്തേക്ക് അതൊക്കെ ഉണങ്ങി വരണ്ട് കഴിഞ്ഞ മാസം ആദ്യമാണെന്ന് തോന്നുന്നു ഉണങ്ങി വരണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. മഴ തുടങ്ങിയപ്പോഴാണ് വീണ്ടും വെള്ളം ഒഴുകാൻ തുടങ്ങിയത്. അവിടെ പോയാൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്നാലും നമുക്ക് മടുക്കത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളം. അപ്പം ഈ വെള്ളം ഇപ്പറേ വന്നിട്ട് ആ കാണിച്ച റോഡിൽ കൂടെ അപ്പുറത്ത് നിന്ന് ചാടുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വഴി. ഈ വഴിയെ കൂടെ നമ്മൾ വണ്ടിയും കൊണ്ട് വന്ന നേരെ അവിടെ ചെന്ന് കയറാം. ആ വഴിയുടെ സൈഡാകട്ടാണ് ഞാൻ കാണിക്കുന്നത്. കണ്ട, കട്ടപ്പനയിൽ നിന്ന് പോരുമ്പോൾ ശരിക്കും കട്ടപ്പനയിൽ നിന്ന് പ്രോപ്പർ കട്ടപ്പനയിൽ നിന്നാണ് പോരുന്നതെങ്കിൽ ഇടുക്കിക്കോല വന്നിട്ട് ഇടുക്കിക്കോലയിൽ നിന്ന് സുവർണഗിരിയിൽ നിന്ന് നേരെ ആരുടെയും ചോദിച്ചാൽ മതി. അവിടെ നിന്ന് നേരെ ഇത് പറഞ്ഞു തരും. വേറൊന്നുമല്ല കേട്ടോ. ഞാൻ പറയുന്ന സ്ഥലം കല്യാണത്തണ്ട്. നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ 31-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കല്യാണത്തണ്ടിൻ്റെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ കാണാത്തവരൊക്കെ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ ശരിക്കും ഈ മഴക്കാലത്ത് വന്നാലും ഓവർ മഴയുള്ള സമയത്ത് അങ്ങോട്ട് കയറി പോകരുത്. കാര്യം നമുക്ക് അവിടെ ചെന്നാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. മഞ്ഞ് മൂടി അടിഞ്ഞ് നമ്മൾ തണുത്ത് വിറക്കുകയുള്ളൂ.
ഈ മഴയല്ല വെയിലും അല്ലാത്ത സമയത്ത്, വെയിലത്ത് വന്നാലും കുഴപ്പമില്ല, ഇതുപോലെയൊക്കെ ഈ കാണിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇതുപോലെയൊക്കെ കാണാം. പക്ഷേ പെരുമഴ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, മൂടി അടിഞ്ഞ് നമ്മൾ വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങത്തില്ല, അതുപോലെ തണുത്ത് വിറച്ചായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മഴക്കാലത്ത് അങ്ങോട്ട് ഇറങ്ങരുത്. ചെറിയ മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ മഴ പെയ്തിട്ട് തോർന്ന് നിൽക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. ഞങ്ങൾ ആ സമയത്താണ് ഇപ്പോൾ കയറിപ്പോയത്. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് അവിടെ നിന്ന് ആസ്വദിച്ചൊക്കെ പോരാം. വെയിലും പിന്നെ മഞ്ഞുകാലത്താണെങ്കിൽ അതിലും സൂപ്പറായിരിക്കും കേട്ടോ. അപ്പം വരാൻ പറ്റിയവരൊക്കെ വന്ന് കാണുക. ഞാനീ പോകുന്നത് റോഡിൽ ഞങ്ങൾ നടന്ന് പോവുകയാണ്. അപ്പോൾ സൈഡിലുള്ള ഇതൊക്കെ കാണിച്ച് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വരുന്ന വഴിയാണ് നിങ്ങൾ വണ്ടിയും കൊണ്ട് വരേണ്ടത്. കണ്ടോ, ഇതാണ് ആ വഴി. ഇതങ്ങ് താഴെ വരെ ചെല്ലും. അതുകൊണ്ടല്ലേ അങ്ങനെ പുല്ലൊക്കെ പിടിച്ചേ. അപ്പോൾ ഈ റോഡ് ചെന്ന് മുട്ടുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇത് കയറ്റം തുടങ്ങുന്നത്. അപ്പോൾ അതുകൂടെ നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങളൊരു സൈഡിലേക്ക് തിരിയുവാണ്. അതുവരെ നിങ്ങളെ കാണിച്ചു തരാം. കണ്ട, ഈ റോഡാണത്. ഇതാണ് സ്റ്റാർട്ടിങ്. ആ താഴെ തൊട്ടാണ് നമുക്ക് ഈ കല്യാണത്തണ്ടിലേക്ക് കയറ്റം തുടങ്ങുന്നത്. അതിമനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. എനിക്കാണ് അവിടെ ചെന്നിട്ട് പോരാൻ പോലും തോന്നുന്നത്. എൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ്, പക്ഷെ തൊട്ടടുത്താന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കയറി പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോക്കും വല്ലപ്പോഴും നടക്കുകയുള്ളൂ. പോകുന്ന ദിവസമൊക്കെ നല്ല ഭംഗിയുള്ള ദിവസമാണ് ഞങ്ങൾ പോകുന്നതൊക്കെ. ഞങ്ങൾ ചെല്ലുമ്പോൾ അതിമനോഹരമായിട്ടായിരിക്കും അവിടെ കിടക്കുന്നതൊക്കെ. കണ്ട, ഞങ്ങൾ അങ്ങോട്ട് കയറി പോയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. കുടയൊക്കെ കൊണ്ടാണ് പോകുന്നത്. അത് നമ്മുടെ കല്യാണത്തണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ വെയിൽ, ഞാൻ പറഞ്ഞില്ല വെയിൽ വരുന്നുണ്ടെന്ന്, അതേപോലെ തന്നെ വെയിലായി. ഇപ്പം നല്ല ചൂടാണ്. പക്ഷേ ഈ ചൂടത്തൊക്കെ അങ്ങോട്ട് പോക്ക് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് പറ്റത്തില്ല. പക്ഷെ അവിടെ കല്യാണത്തണ്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റും തണുപ്പുമാണ് കേട്ടോ. എത്ര ചൂടത്ത് അവിടെ എത്തിയെന്ന് പറഞ്ഞാലും നല്ല കാറ്റും തണുപ്പുമാണ്. അപ്പോൾ അത് കണ്ടോ, അങ്ങോട്ടാണ് വളഞ്ഞ് നമ്മൾ പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പോകേണ്ടത് ഇടത്തോട്ട് കണ്ടോ, അങ്ങോട്ട് പോകുന്നതാണ് കട്ടപ്പനയ്ക്ക് പോകുന്നത്. ഞങ്ങൾ ഇപ്പം എന്തോരം ഇറങ്ങിയാണ് വന്നതെന്ന് ഞാൻ ആ റോഡ് തന്നെ ഒന്ന് കാണിച്ചിടാം. കണ്ട, ആ റോഡിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേയറ്റം വരെ ഞങ്ങൾ നടന്നിറങ്ങിയാണ് വന്നത്. അപ്പോൾ ആ റോഡ് അങ്ങോട്ട്, ഈ റോഡ് പോകുന്ന താരട്ട റോഡ് പോകുന്ന കട്ടപ്പനയിലേക്ക്. അപ്പോൾ ഞങ്ങൾ വലത്തോട്ട് തിരിയുവാണ്. ഞങ്ങളുടെ വീട് അവിടെയാണ്. വീട്ടിലേക്ക് പോകേണ്ടത് ഈ വഴിക്കാണ്. അതുകൊണ്ട് ഈ വഴിക്ക് പോയാലും കട്ടപ്പന എത്താം കേട്ടോ. ഏത് വഴിക്ക് പോയാലും കട്ടപ്പന എത്താം. ഞാൻ പറഞ്ഞില്ലേ, 3-4 റോഡാണ് അങ്ങോട്ട് വന്ന് കയറിയേക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ആ പണിതുകൊണ്ടിരിക്കുന്ന വഴിയില്ലേ, അവിടെ കൂടെ പോയാലും ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താം. അപ്പോൾ അവിടെ കൂടെ റോഡ് വന്നിട്ടുണ്ട്. ഈ എല്ലാ റോഡിനേക്കാളും എളുപ്പം എനിക്കെത്താൻ പറ്റിയ വഴി ഇപ്പോൾ ആ പണിതുകൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ആ വഴി പണിത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കൂട്ടിയും കൊണ്ട് പെട്ടെന്ന് ഈ കല്യാണത്തണ്ട് എത്താം. പിന്നെ ഈ വണ്ടിയും കൊണ്ട് പോരുന്നതും വലിയ റിസ്ക്കാണ്. കാര്യം നമുക്ക് വണ്ടിയെ വരുന്നതെന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും കയറാൻ പറ്റില്ല. നമ്മൾ വണ്ടി ഒരിടത്ത് വെച്ചിട്ട് എല്ലാ വീട് കയറി നമ്മൾ ഇറങ്ങി വരുന്നത് വേറൊരു വഴിക്കായിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ട് പോകുന്നത് അത് നഷ്ടമാണ്. വീണ്ടും ആ വണ്ടിയുള്ള വഴിക്ക് തന്നെ നമ്മൾ തിരിച്ചിറങ്ങി നടന്ന് അവിടെ ചെല്ലേണ്ടി വരും. അപ്പോൾ ഫീൽഡിൽ പോകുമ്പോൾ ശരിക്കും വണ്ടി ഇല്ലാതെ പോകുന്നത് തന്നെ നല്ലത്. ഇത് കണ്ടോ, ഇതൊരു ചെടിയാണ്. ഈ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ നിൽക്കുന്നത് ഏലമാണ് കേട്ടോ. ഏലമാണ് അപ്പുറം ഇപ്പുറം ഒക്കെ നിൽക്കുന്നത് കണ്ടോ. അവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.